തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പാർട്ടിയെ നയിക്കുന്നതിൽ നിന്ന് പിന്മാറാനും രാഹുൽ ഗാന്ധി തയ്യാറായി. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞാൽ അടുത്തത് പ്രിയങ്ക ഗാന്ധി ആവണമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി നേതാക്കളുടെ ആവശ്യം. എന്നാൽ നേതാക്കളുടെ ഈ ആവശ്യത്തെ രാഹുൽ ഗാന്ധിയും തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്നും നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്നും തന്നെയുള്ള ഒരാൾ ആവശ്യമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. ഇതിനായി കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്കു നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് എന്നിവരെയാണ് രാഹുലിന്റെ രൂക്ഷ വിമർശനങ്ങൾക്ക് പാത്രമായത്. താൻ താൽപര്യം പ്രകടിപ്പിക്കാതിരുന്നിട്ടുകൂടി ഇവർ സ്വന്തം മക്കൾക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി വാശി പിടിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മുൻ കേന്ദ്രമന്ത്രിയായ പി ചിദംബരത്തിനെതിരെയും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പരാമർശം ഉന്നയിച്ചു. തമിഴ്നാട്ടിലെ ശിവഗംഗ മണ്ഡലത്തിൽ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം മത്സരിച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ കാർത്തി വിജയിക്കുകയും ചെയ്തു. ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടി വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ വിമർശിച്ചു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത സംസ്ഥാനങ്ങളായിരുന്നു മധ്യപ്രദേശും രാജസ്ഥാനും. രണ്ടിടങ്ങളിലും ബിജെപി സീറ്റുകൾ ഇത്തവണ തൂത്തുവാരുകയായിരുന്നു. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഇവ രണ്ടും. ബിജെപിക്കും നരേന്ദ്രമോദിക്കുമെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വിഷയങ്ങൾ ഒന്നും തന്നെ പാർട്ടി നേതാക്കൾ ഏറ്റെടുത്തില്ല എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടു. റാഫേൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പടനയിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അതേസമയം ബിജെപിയിലാകട്ടെ മോദിയോ അമിത്ഷായോ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഏറ്റെടുക്കുകയും കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോൺഗ്രസ് നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ പാതയിലാണിപ്പോൾ. മുതിർന്ന നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് കാര്യകാരണ സഹിതം വിമർശിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായതു തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.